ഇനി നമുക്ക് ദീപം തെളിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. സോ അപ്പം എന്താണ് അപ്പം ഇച്ചിരി കൗതുകം ഉണർത്തുന്ന ഒരു പേരാണല്ലേ. ഇപ്പം ഒരു കോമഡി, ഇപ്പൊ പറഞ്ഞു റൊമാൻസ്, കോമഡി, സസ്പെൻസ്, ത്രില്ലർ മൂന്നും ഉള്ളൊരു ജേണറാണ്. സൂപ്പർ എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യും. ഉള്ളിലുള്ള എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും വളരെ 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 സന്തോഷം. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതില് ക്ലാക്കളെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ശങ്കർ ശങ്കറിന്റെ പണ്ടത്തെ ഇതിലെല്ലാം പുതുമുഖങ്ങൾ അഭിനയിക്കുന്നത്, അതാണ് പറയുന്നു. നമ്മുടെ ഈ സിനിമയിൽ എല്ലാം പുതിയ ആൾക്കാരാണ് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ മുതൽ യുവതികളുടെ ഹരമായ നമ്മളെയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കട്ടെ. എൻ്റെയൊക്കെ കാലത്ത് മറ്റുള്ള ആൾക്കാർ അസൂയോടുകൂടെ ശങ്കരേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയും എന്താണ് അവരുടെ എല്ലാ ആൾക്കാരുടെയും കണ്ണിലെ എന്താ പറയുക കണ്ണിലുണ്ണിയായിട്ടുള്ള ശങ്കരേട്ടൻ ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു ശങ്കരേട്ടൻ. പിന്നെ അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നതിന് സൗനോടും നന്ദി പറയുന്നു. പിന്നെ നിസാർ മാമുക്കോയെ പിന്നെ നമ്മുടെ സ്വന്തം ആളാണ്. മാമുക്കയുടെ കൂടെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്ത് പരിചയമുണ്ട്. അപ്പം അത് മകനിലൂടെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ നിസാർ മാമുക്ക ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നതിൽ നന്ദി. പിന്നെ എല്ലാ മീഡിയ പാർട്ട്നേഴ്സിനും, എല്ലാ മീഡിയയുടെ എല്ലാവർക്കും, എസ്പെഷ്യലി നിയാസ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. അതിപ്പോൾ ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടതാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അത് തന്നെ അത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലാക്ലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ക്ലാക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി ... അതിന് പകരം നസ്രിയ. അപ്പോൾ നസ്രിയെ ആദ്യം പരിചയപ്പെടുത്താം. ഒരു ദിവ്യ, ഇതാണ് നമ്മുടെ നസ്രിയ. ബാക്കി ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് ടൈറ്റിൽ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. സെൽഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കും. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് ദിവ്യ തോമസ്. ആക്ച്വലി ഇത് ഫീമെയിൽ ലീഡായിട്ടുള്ള മലയാളത്തിലെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിന് എനിക്ക് അവസരം തന്ന ഡയറക്ടർ സാറിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.
ഇതിൽ ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നത്, പറഞ്ഞല്ലോ. ബാക്കിയുള്ള ആൾക്കാരെയൊന്നും ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റൊമാൻസ് കോമഡിയിലൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ട്രാക്കിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഈ സിനിമ തമാശയുണ്ട്, സസ്പെൻസ് ഉണ്ട്, അത്യാവശ്യം ത്രില്ലർ മൂമെൻറ്റ്സുകളുണ്ട്, 3 പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. പ്രശാന്ത് മോഹൻ MP എത്തിയോ? പ്രശാന്ത്, വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി, സിതാര കൃഷ്ണകുമാർ, ഈ 3 പേരാണ് ഇതിൽ പാടുന്നത്. ഇതിൻ്റെ ക്യാമറ DOP ഫൈസൽ വി ഖാലിദ്, അദ്ദേഹം ലേറ്റായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിരവധി തമിഴ് സിനിമകളും മലയാള സിനിമയൊക്കെ ചെയ്ത് പ്രശസ്തനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്രൂകളും, ആർട്ട് എല്ലാ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഏറ്റവും എന്താ ചെയ്യുന്നത്, 1-ാം തീയതി ഈ സാധനം ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രൊമോഷൻ കൂടി നടത്തുന്നു. എൻ്റെ ഒരുമ്പെട്ടവൻ എന്നുള്ള സിനിമ 3-ന് റിലീസാണ്, ജനുവരി 3-ന്. അത് എല്ലാവരും അത് ഒറ്റ കെട്ടായി അതിനും വേണ്ട എല്ലാ പ്രൊമോഷനും എല്ലാ മീഡിയാസും തരണം. ഒരുമ്പെട്ടവൻ എന്നുള്ളത് അത് കുറച്ചു നേരം കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക, അതാണ് വേണ്ടത്. പണ്ട് പഠിച്ചില്ല അല്ല പാഠം. മാമുക്കായെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറയുന്നത് മാമുക്കാണ്. ഓക്കെ, അപ്പം എനിവേ എന്തായാലും സന്തോഷം. ഇവിടെ എല്ലാവർക്കും എത്തിച്ചേർന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു. നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഈ സിനിമയിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നുള്ളതും എനിക്കും ഒരു രസകരമായ സ്റ്റോറിയാണ്. പക്ഷെ ഞാനതിപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഒരു സാഹചര്യം വരുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയും. എന്തായാലും ആദ്യം ഹരിസാറിനെ പറ്റി പറയാം. സാർ ഈ സ്റ്റോറി എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ടാണ്. ഞാനത് ഈ കൊതിയോടെ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്ത് ഇങ്ങനെ കേട്ട് പോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് തൃപ്തിയാവാതെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഗൗതം ചേട്ടൻ എപ്പോഴും എന്നെ വിളിച്ച് വളരെ നമ്മൾ ലേറ്റ് നൈറ്റാണ്, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കാറ് കൂടുതൽ. ആ സമയത്താണ് കൂടുതൽ ഞാൻ മ്യൂസിക്കിൽ ഇരിക്കാറ്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഷാഹിദ് ചേട്ടൻ, ശാലിശ്ശേരി ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഈ മൂവിക്ക് ഉണ്ടാവണം. പിന്നെ ഇതിൽ പാട്ടുകൾ പാടുന്നത് വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ സിതാര ചേച്ചി, വൈക്കം വിജയലക്ഷ്മി ചേച്ചി. ലിറിക്ക് ചെയ്യുന്നത് ശ്യാമേട്ടൻ, റിജിൻ ചേട്ടൻ, അങ്ങനെ 2 പേരാണ്. പിന്നെ നിസാറിക്ക, ശങ്കർ സാർ. എൻ്റെ അമ്മ അച്ഛനൊക്കെ ശങ്കർ സാറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ അത് ഞാൻ ശങ്കർ സാറിനോട് ഉള്ളത് അറിയാതെയാണ് വന്നത്. അപ്പോൾ കണ്ടപ്പം ഒരുപാട് എക്സൈറ്റഡ് ആയി. താങ്ക് യു സാർ. പിന്നെ സോമൻ ചേട്ടൻ, എല്ലാവരും. ഞാൻ ആരെങ്കിലും പേര് പറയാം. ഷെയ്ൻ ചേട്ടൻ. അപ്പോൾ ഷെയ്ൻ ചേട്ടനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ മൂവിയാണ്. അപ്പോൾ വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു മൂവിയിൽ. പരിചയമുള്ള ഒരുപാട് പേര്. അപ്പോൾ എന്തായാലും ഈ മൂവി നല്ലൊരു സക്സസ് ആവട്ടെ. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ നേരിട്ട് കാണാം. പിന്നെ നിസാർ ഭായി എൻ്റെ നാട്ടുകാരനാണ്, നമ്മുടെ അരക്കിണർ. എനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഗൗതം ഭായിയാണ്. കാരണം ഈ സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും അറിയാം, ഗൗതം ഭായി തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. കാരണം അത് ഭയങ്കര എന്താ പറയുക, അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറി വരും. സത്യം, സന്തോഷം. അതുപോലെ തന്നെ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസാണ്. അപ്പം ആദ്യം നിങ്ങളോടും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഈ വർഷം എല്ലാവരുടെയും മികച്ചതാവട്ടെ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. കാക്ലാക്കിലേക്ക് നസ്രിയ തിരിഞ്ഞു നോക്കി. അടിപൊളി ടൈറ്റിൽ. ജനുവരി 1-ാം തീയതി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹരിനാരായണൻ ചേട്ടനെ എനിക്ക് നീലാംബരി മുതലുള്ള പരിചയമാണ്. 2011 റിലീസായ ചിത്രം. പിന്നെ ശങ്കർ സാറിൻ്റെ എയർലോഡ്സും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവരൊക്കെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ശങ്കർ സാറിൻ്റെ ഒരു മഹനീയ സാന്നിധ്യം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി ഞാൻ പറയുകയാണ്. തുടക്കം മുതൽ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്.
അതോടൊപ്പം മാമുക്ക എന്ന സീനിയർ നടൻ്റെ മകൻ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി തീർത്തു. അതോടൊപ്പം സീനിയർ DRO നമ്മുടെ ജോസ് അതുപോലെ എൻ്റെ പേര് ജോസ്, നമ്മുടെ ജോസ് വാരാപ്പുഴ ജോസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പറിച്ച് പറയാറുണ്ട്, കാണുന്നു അങ്ങനെ പറഞ്ഞതുണ്ട്. ജോസ് വാരാപ്പുഴ എന്ന കൺട്രോൾ സീനിയേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഭയങ്കര 2010 ഫീൽഡിൽ വരുന്നത്. അപ്പോൾ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന 14-15 വർഷമാകും. മഹനീയ സാന്നിധ്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി, ഞങ്ങളുടെ ടൈറ്റിൽ ലോഞ്ച് ഭംഗിയാക്കി തീർത്തതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ ഇവരുടെ സപ്പോർട്ട് ഉണ്ടാകണം മീഡിയയുടെ. അതുപോലെ തന്നെ പുതിയ നായകൻ നമ്മുടെ നിർമ്മാതാവ് തന്നെ അല്ലേ, നിർമ്മാതാവ് ഗൗതം, പിന്നെ ഷാനു മുമ്പ് സഖാവിൻ്റെ പ്രിയ സ്ത്രീയൊക്കെ പടം ചെയ്ത് ആ ഒരു ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള. അപ്പം പ്രശാന്തിൻ്റെ 3ാമത്തെ പടമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പേരെടുത്ത് പറയുന്നത് എല്ലാവരും തന്നെ പരിചയക്കാർ തന്നെ. ഏതായാലും ക്ലാക്ലാക്ലേക്ക് നസ്രിയ തിരിഞ്ഞു നോക്കി മലയാള സിനിമയിൽ എല്ലാവരും ഒരു ഉറ്റുനോക്കുന്ന ഒരു ടൈറ്റിലാണത്. ഈ ടൈറ്റിൽ എല്ലായിടത്തും എത്തട്ടെ. എല്ലായിടത്തും ഞങ്ങൾ ചെയ്യാവുന്ന രീതി മാക്സിമം ഞാൻ പ്രിന്റ് മീഡിയയിലും ചാനലിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പബ്ലിസിറ്റി തന്നിരിക്കും. അത് തീർച്ചയാണ്. പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേ രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലിലൂടെയാണ് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ പോയിരിക്കുന്നത്. എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടുന്ന ഈ ചിത്രം ഒരു 2025 നല്ലൊരു ഹിറ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും എന്ന പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം ഒക്കെ വേണം. ഓക്കെ, നന്ദി പറയുന്നു.